ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ MS ലൈഫ് ടിപ്സ്. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ നമ്മുടെ വയറ് കുറയ്ക്കുക, അതുപോലെ ഫാറ്റ് കുറയ്ക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ധാരാളം ആളുകളുണ്ട്, രാവിലെയൊക്കെ നടക്കാൻ പോകും, ഒരുപാട് നടക്കും, പക്ഷെ വയറിന്റെ ഫാറ്റ് കുറയുന്നില്ല, വയറ് കുറയുന്നില്ല. അതിന് പ്രധാനപ്പെട്ട ആദ്യത്തെ കാരണം, നിങ്ങൾ ഷുഗർ കഴിക്കുന്ന ആളുകളാണെങ്കിൽ, അതായത് ഒരുപാട് ചായ നിങ്ങൾ ദിവസം ഒരു 4-5 ചായയൊക്കെ കുടിക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു ഷുഗറിന്റെ അളവ് ചായയിലൊക്കെ വല്ലാണ്ടിട്ട് കുടിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തടി, അതായത് വയറ് ചാടുന്ന ഒന്നും കുറയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എത്ര എക്സസൈസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡയറ്റ് ആണ്. ഇപ്പൊ നമ്മളൊരു 3 ദിവസം ചായ കുടിക്കുന്ന ഒരാളെന്ന് ഇരിക്കുക, ഫുൾ കപ്പ് ചായ കുടിക്കുന്ന ആളാണെങ്കിൽ, അത് നിങ്ങൾ മധുരം പൂർണ്ണമായിട്ടും ഒറ്റയടിക്ക് നിർത്താൻ ഞാൻ പറയുന്നില്ല. മധുരത്തിന്റെ അളവ് വളരെയധികം കുറയ്ക്കുക. ശരിക്കും പറഞ്ഞാൽ മധുരം ഒരുപാട് കഴിക്കുന്നത് നമ്മുടെ തടിയായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. വയറ് കൂടാനും ഫാറ്റ് കൂടാനും ഒക്കെ കാരണമാകുന്നതിന്റെ പ്രധാന ഒരു കാര്യമാണ് വയറ്. അതുപോലെ അപ്പം നിങ്ങളിപ്പം 3 ചായ കുടിക്കുന്ന ആളാണെങ്കിൽ 2 ചായ ആക്കുക, പിന്നെ പതിയെ 1 ചായ ആക്കുക. ശരിക്കും രാവിലെ ഒരു ചായ മതി. രാവിലെ ഒരു ചായ കുറച്ച് മധുരം ഇട്ട് കുടിച്ചാലും കുഴപ്പമില്ല. മധുരത്തിന്റെ അളവ് കുറച്ച് രാവിലെ ഒരു ചായ കുടിക്കാം. പിന്നെ മധുരം കുറയ്ക്കുമ്പോൾ തന്നെ, നമ്മൾ ഒരു മാസം കംപ്ലീറ്റ് മധുരം കുറയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് ഒരു 2 കിലോ 1 കിലോ എങ്കിലും മിനിമം കുറയും. ഇനി ഞാനിവിടെ കാണിക്കുന്ന എക്സസൈസും കൂടെ നിങ്ങൾ ചെയ്യുക. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ മാക്സിമം വയറ് ഉള്ളിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ട്, അതായത് കുറച്ച് വയറ് മാക്സിമം, രാവിലെ നിങ്ങൾ നടക്കാൻ പോകുന്ന ആളാണെങ്കിൽ മാക്സിമം വയറ് ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം നടക്കാൻ. അതുപോലെ നമ്മൾ ശ്വാസം എടുക്കണം, നന്നായിട്ട് ശ്വാസം എടുക്കണം. എക്സസൈസ് ചെയ്യുമ്പോൾ ഈ വയറ് ഉള്ളിലേക്ക് പിടിച്ചുകൊണ്ട് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റും അല്ലേ. വയറിങ്ങനെ വീർപ്പിച്ചും നിർത്തിയിട്ട് ശ്വാസം എടുക്കാം, വയറുള്ളിലോട്ട് നിർത്തിയിട്ടും ശ്വാസം എടുക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. വയറ് മാക്സിമം ഉള്ളിലേക്ക് എടുക്കുക, എന്നിട്ട് നമ്മൾ ശ്വാസം എടുത്ത് എയറോബിക് എക്സസൈസ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് നമുക്കൊരു ജോഗിങ്ങിലൂടെ തുടങ്ങാം. നന്നായിട്ട് ചെയ്യുക ജോഗിങ്. വയറ് ഉള്ളിലേക്ക് മാക്സിമം പിടിക്കുക, ശ്വാസം എടുത്തു വിടാൻ മറക്കരുത്. ശ്വാസം നന്നായിട്ട് എടുത്തു വിടുക. 1 2 3 4 5. ഇനി നമ്മള് എക്സസൈസിൽ ആദ്യത്തെ എക്സസൈസ് ആണ്. വയറ് നന്നായിട്ട് ഉള്ളിലേക്ക് പിടിച്ചിട്ട് 1 2 3 4 5 6 7 8 9 10. ഇനി നമ്മളൊന്ന് റിലാക്സ് ചെയ്യുക, ആക്റ്റീവ് റെസ്റ്റ് കൊടുക്കുക. ആക്റ്റീവ് റെസ്റ്റ് നമ്മൾ കാലിങ്ങനെയൊക്കെ ഒന്ന് പൊന്തിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ 1 വയറ് ഉള്ളിലേക്ക് പിടിക്കണേ, 2 3 4 5 6 7 8 9 10. നമ്മളൊന്ന് റിലാക്സ് ചെയ്യുക, ഒന്ന് കൂളാകുക. വയറുള്ളിലേക്ക് തന്നെ പിടിക്കണേ. ചെറിയൊരു ജോഗിങ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് കൈ ഉയർത്തിയിട്ട് ഒന്നിങ്ങനെ ഇരിക്കുകയാണ്. 1 2 3 4 5 6 7 8 9 10. വയറുള്ളിലേക്ക് തന്നെ പിടിക്കണം. ശ്വാസം ഒന്ന് എടുത്തു വിടാം. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് തന്നെയാണ് കേട്ടോ. അപ്പൊ ചെയ്ത് കുനിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം കുനിയാൻ പറ്റുമോ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യാണ് 2 വശത്തേക്കും. 1 2 3 4 5 6 7 8 9 10. വയറുള്ളിലേക്ക് പിടിക്കണം. ഒന്ന് കൂളാകുക. അതിനുശേഷം ഒരു കൈ ഇവിടെ പിടിച്ചുകൊണ്ട്
ശ്വാസം ഒന്ന് എടുത്തു വിടുക. ശേഷം കൈ ഒന്ന് ഒരു കാലിങ്ങനെ ചെയ്യാം. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്. 1, 2, 3, 4, 5. കൂളാകുക. ശ്വാസം എടുത്തു വിടുക. വയറൊട്ടിക്കുക. ശേഷം നമ്മൾ മുന്നോട്ടൊന്ന് നടക്കുവാണ്. 1, 2, വയറൊട്ടിച്ച് പിടിക്കണേ. 3, 4, 5, 6, 7, 8, 9, 10. ഒന്ന് കൂളാകുക. അതിനുശേഷം നമ്മൾ ഒരു അഞ്ച് പ്രാവശ്യം നമ്മൾ താഴോട്ട് കുനിയുമാണ്. ചെയ്യാൻ പറ്റാത്തവർക്ക് പകുതി ചെയ്താലും മതി, കുഴപ്പമില്ല. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പുറത്തേക്ക് വിടുമ്പോൾ താഴോട്ട് വരിക. ശ്വാസം ഉള്ളിലേക്ക്. 2, ശ്വാസം ഉള്ളിലേക്ക്. 3, ശ്വാസം ഉള്ളിലേക്ക്. 4, ശ്വാസം ഉള്ളിലേക്ക്. 5, 6, 7, 8, 9, 10. ഈ രീതിയിൽ വയർ ഉള്ളിലേക്ക് നന്നായി പിടിച്ചുകൊണ്ട് വേണം ചെയ്യാൻ കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യാണ്. ഇങ്ങനെ സൈഡിലേക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇത് കുറച്ച് എളുപ്പമുള്ള എക്സസൈസ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത്. വയർ ഒട്ടിച്ച് പിടിക്കണേ. ശേഷം നമ്മൾ വയർ ഒട്ടിച്ച് പിടിച്ചുകൊണ്ട് 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇനി നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യുക, ജോഗ് ചെയ്യുക. ശേഷം നമ്മളൊന്ന് ഇരുന്ന് മെല്ലെ നമ്മൾ കരുതുക ഒരു ചെയർ ഇവിടെ ഉണ്ടെന്ന് കരുതുക. ആ രീതിയിൽ നമ്മൾ ചെയറിൽ ഇരുന്ന് എണീക്കണം ഒരു 5 പ്രാവശ്യം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 1, പുറത്തേക്ക് വിടുക. 2, പുറത്തേക്ക് വിടുക. 3, പുറത്തേക്ക് വിടുക. 4, 5. 5 പ്രാവശ്യം. തുടക്കത്തിൽ 5 പ്രാവശ്യം മതി. പിന്നെ അത് നമുക്ക് 10ലേക്കും 15ലേക്കും കൊണ്ടുപോകാം. തുടക്കത്തിൽ നമുക്ക് 10ൽ തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അപ്പൊ ഈ രീതിയിൽ ഈ എക്സസൈസുകൾ ആദ്യം തൊട്ട് ഒന്നും കൂടെ ചെയ്യുക. ഒന്നും കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് റിപ്പീറ്റ് ചെയ്ത് 2 തവണ നിങ്ങൾ ചെയ്യുക. ഇത് നിങ്ങൾ രാവിലെ നന്നായിട്ട് വെള്ളം കുടിച്ചതിന് ശേഷം ചെയ്യുക. തുടർച്ചയായിട്ട് നിങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുക. മധുരം കട്ട് ചെയ്യുക. മധുരം മാത്രമല്ല, നമ്മൾ അമിതമായിട്ടുള്ള ഭക്ഷണം ചോറ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കുറയ്ക്കുക. ചോറിന്റെ അളവ് കുറയ്ക്കുക. പഴങ്ങൾ, പച്ചക്കറി വർഗ്ഗങ്ങൾ തുടങ്ങിയവ നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതലാക്കുക.
ഞാൻ പറഞ്ഞ പോലെ മധുരം വല്ലാണ്ട് കഴിക്കുന്ന ആളുകളാണ് മധുരത്തിന്റെ അളവ് കുറയ്ക്കുക. ബേക്കറി പലഹാരങ്ങൾ മാക്സിമം കുറയ്ക്കുക. നടക്കുമ്പോൾ വയറ് മാക്സിമം ഒട്ടിച്ച് നടക്കുക. വെള്ളം നിങ്ങൾ നന്നായിട്ട് കുടിക്കുക. അപ്പൊ ഇക്കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു മാസം കൊണ്ട് മിനിമം ഒരു 2 കിലോയെങ്കിലും കുറയും. എനിക്ക് 76 കിലോ ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് 73 കിലോ ഉള്ളൂ. ഞാൻ മധുരം കട്ട് ചെയ്തുകൊണ്ടാണ്. പിന്നെ എനിക്കും ഇങ്ങനത്തെ ലോ ഇന്റൻസിറ്റി എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഹൈ ഇന്റൻസിറ്റി എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വീട്ടിലെ ഒരു സ്പേസ് ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഉപകാരമായി എന്ന് കരുതുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് മെമ്പർഷിപ്പ് ബട്ടണിൽ ജോയിൻ ചെയ്യാം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.